ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷിൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS അഥവാ പരിസര പഠനം എന്ന സബ്ജക്റ്റാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഏത് ചാപ്റ്ററായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ലിവിങ് സേഫ്ലി അല്ലേ, സുരക്ഷിത ജീവിതം എന്ന ചാപ്റ്ററായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബാക്കി പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ മക്കളെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 104 ആണ് കേട്ടോ, 104 നോക്കൂ. സം ഓഫ് ദി സൈൻസ് ദാറ്റ് ദി ചിൽഡ്രൻ സോ അലോങ് ദി സൈഡ് ഓഫ് ദി റോഡ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് വാട്ട് ദി സൈൻസ് ഇൻഡിക്കേറ്റ് ആൻഡ് റൈറ്റ് ഡം എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, എന്താണ് നോക്കിക്കേ. റോഡിൻ്റെ വശങ്ങളിൽ കുട്ടികൾ കണ്ടിട്ടുള്ള ചില അടയാളങ്ങളാണ് ഇവിടെ താഴെ നിങ്ങൾക്ക് 4 എണ്ണം തന്നിട്ടുള്ളത്. ആ ചിത്രങ്ങളിലെ അടയാളങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് 4 എണ്ണല്ലേ അവിടെ തന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്തിൻ്റെ പിക്ചറാണ് മക്കളെ, എന്തിൻ്റെ അടയാളമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്? നിങ്ങൾ കാണാം അവിടെ ചിത്രത്തിൽ എന്തുണ്ട്? ഒരു ബെഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്ലസ് ഐക്കണും അവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, അതെന്താണ് മക്കളെ? യെസ്, ഹോസ്പിറ്റലിൻ്റെതാണ് അല്ലേ. എന്താണ്? ഹോസ്പിറ്റലിൻ്റെതാണ് അല്ലേ. ഓക്കെ, അതായത് ആശുപത്രി അടുത്തുണ്ട് എന്നറിയിക്കുന്ന ഒരു സൈൻ ബോർഡാണ് എന്ത് ഈ ഒരു സൈൻ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ദെൻ സെക്കൻഡ് വൺ നോക്കിക്കേ മക്കളെ. അത് മിക്കപ്പോഴും നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തൊക്കെ കണ്ടുവരുന്ന ആ ഒരു സൈനാണ് അല്ലേ. എന്താണ് മക്കളെ അത്? ഒരു കുട്ടിയും അതുപോലെ തന്നെ ബാഗൊക്കെ പിടിച്ചിട്ട് ഓടുന്ന ഒരു പിക്ചറാണ് അല്ലേ. അതെന്താണ്? യെസ്, ഇവിടെ അടുത്ത് സ്കൂളുണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സൈനാണ് ആ ഒരു സൈൻ കേട്ടോ. ദെൻ തേർഡ് വൺ നോക്കിക്കേ മക്കളെ. എന്താണ്? ഒരു ഹോണിൻ്റെ പിക്ചറാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഹോൺ എന്ത് ചെയ്യാൻ പാടില്ല? ഹോൺ അവിടെ അടിക്കരുത് എന്നതാണ് നമുക്ക് അതിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. നോ ഹോൺ എന്നുള്ളതാണ് ആ ഒരു സൈന്. ദെൻ ലാസ്റ്റ് വൺ നോക്കിക്കേ മക്കളെ. ഒരു പി ഇട്ടിട്ട് അതിനെന്ത് ചെയ്യാണ്? വെട്ടിക്കളിയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അത് എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതാണ്. എന്തിൻ്റെതാണ് മക്കളെ? യെസ്, നോ പാർക്കിങ്ങിൻ്റെ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നിട്ടുള്ള സൈൻസ്. മക്കളോട് അവിടെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ട്രാഫിക് അടയാളങ്ങൾ കണ്ടെത്തി എൻ്റെ പരിസര പഠനം പുസ്തകത്തിൽ വരച്ചു ചേർക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫൈൻഡ് മോർ ട്രാഫിക് സൈൻസ് ആൻഡ് ഡ്രോ ഇൻ മൈ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മിസ്സ് കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മക്കൾ നോക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് റോഡ് സൈഡിൽ കാണാനായിട്ട് കഴിയുന്നതാണ്. അപ്പം നോക്കിക്കുക മക്കളെ, റെഡിൽ എന്താണ്? നിർത്തുക. അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾക്കൊരു ആരോ മാർക്ക് തന്ന് അതിനെ വിട്ടുകയാണെങ്കിൽ അതെന്താണ്? അങ്ങോട്ട് എൻട്രി ഇല്ല എന്നതാണ്. ദെൻ എന്താണ്? ഇങ്ങനെ ഇവിടേക്ക് ഒരു ആരോ മാർക്ക് തന്നിട്ട് അതിനെ ഇങ്ങനെ വിൻഡോ ചെയ്യുകയാണെങ്കിൽ എന്താണ്? റൈറ്റ് സൈഡിലേക്ക് തിരിയാൻ പാടില്ല എന്നതാണ് കേട്ടോ. വലത്തോട്ട് തിരിയാൻ പാടില്ല എന്നതാണ്. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതെന്താണ്? 1 വേ ആണ് കേട്ടോ. 1 വേ ആണ്. അതുപോലെ തന്നെ ഇതെന്താണ് മക്കളെ? 2 ദിശയിലേക്കും വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്നതാണ് ആ ഒരു സൈൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കാണാം ഒരു സൈക്കിളിൻ്റെ പിക്ചർ തന്നിങ്ങനെ തരികയാണെങ്കിൽ എന്താണ്? സൈക്കിൾ നിരോധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് കാൽനട യാത്രക്കാരൻ നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. നോക്കിക്കുക മക്കളെ, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, പിന്നെ ഇടത്തോട്ട് തിരിയാൻ പാടില്ല, അതുപോലെ തന്നെ യു ടേൺ പാടില്ല എന്നതാണ്. ദെൻ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ട്രക്ക് അല്ലേ, ട്രക്കിൻ്റെ ഒരു വാഹനം ഒരു പിക്ചർ ഇങ്ങനെ തരികയാണെങ്കിൽ എന്താണ്? ആ ഒരു വഴി ട്രക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? പാർക്കിംഗ് പാടില്ല. അത് നമ്മൾ നേരത്തെ കണ്ടുല്ലേ, പീഡത് നമ്മൾ കണ്ടുല്ലേ. പിന്നെ അവിടെ നിർത്തരുത് എന്നുള്ളതുണ്ട്. ഹോൺ പാടില്ല. അതുപോലെ തന്നെ ഇങ്ങനൊരു സൈൻ കണ്ടാൽ എന്താണ്? വലത്തോട്ട് മാത്രം തിരിയുക. ഇതാണെങ്കിൽ മുന്നോട്ട് മാത്രം നീങ്ങുക. ദെൻ ഇടതുവശം ചേർന്നേ പോകാവൂ എന്നതാണ്. പിന്നെ മുന്നോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ മാത്രം പോവുക എന്നതാണ് ഇത്. പിന്നെ മുന്നോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ മാത്രം പോവുക എന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഉയരത്തിന് ചില റോഡുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം വാഹനത്തിൻ്റെ ഉയരത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ 3.5 മീറ്ററേ പറ്റുള്ളൂ. ദെൻ സ്പീഡിൽ അതൊക്കെ നമ്മുടെ റോഡ് സൈഡിൽ എപ്പോഴും കാണുന്നതാണ് അല്ലേ. സ്പീഡ് ഒന്നെങ്കിൽ 30 അല്ലെങ്കിൽ 40, 50, 60 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണാവുന്നതാണ്. ദെൻ മോട്ടോർ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്നത്. കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു. കൈവണ്ടി നിരോധിച്ചിരിക്കുന്നു. അതുപോലെ നിയന്ത്രിത മേഖല കഴിഞ്ഞു എന്നതാണ്. പിന്നെ ഭാരപരിധി ഉണ്ട്. അതുപോലെ തന്നെ ആക്സിൽ ഭാരപരിധിയൊക്കെ എന്തുണ്ട്? നിങ്ങൾക്ക് റോഡിൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ അവിടെ മറ്റൊന്ന് കൊടുത്തിട്ടുണ്ട്, മുന്നറിയിപ്പ് അടയാളങ്ങൾ കേട്ടോ. റോഡിലോ റോഡരികിലോ ഉള്ള സ്ഥിതിവിശേഷത്തെ പറ്റി റോഡ് ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള അടയാളങ്ങളാണ്. ഇതാ നിങ്ങൾ കണ്ട് മക്കളെ
ഇത് കണ്ടോ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. വലത്തോട്ടുള്ള തിരിവ്, ഇടത് തിരിവ്, റോഡ് വീതി കൂടുന്നു, അതുപോലെ തന്നെ ചുറ്റി പോകാനായിട്ടുള്ളത്, അതുപോലെ കൂടുതൽ കയറ്റത്തിൽ, പിന്നെ ജോലി നടക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് കാണാം അല്ലേ. അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ മക്കൾക്ക് അത്തരത്തിലുള്ള സൈൻ ബോർഡൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അതുപോലെ തന്നെ ഇത്, പിന്നെ ടീ കവലയുണ്ട്, അതുപോലെ തന്നെ കാവലുള്ള റെയിൽവേ ക്രോസിങ്, ദെൻ ഇടുങ്ങിയ പാല, അതുപോലെ തന്നെ ചുറ്റി പോകാൻ, പിന്നെ സ്കൂൾ, അത് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. അതുപോലെ തന്നെ കന്നുകാലികളുടെ, അതുപോലെ തന്നെ കൂടുതൽ ഇറക്കം, പിന്നെ ഇടുങ്ങിയ റോഡ് മുന്നിലുണ്ട്, അതുപോലെ തന്നെ വലിയ റോഡ്, പിന്നെ കാവലില്ലാത്ത റെയിൽവേ ക്രോസ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നിങ്ങൾക്ക് റോഡിലൊക്കെ കാണാൻ പറ്റുന്ന ഒരുപാട് അടയാളങ്ങളാണ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് അറിവ് നൽകുന്ന അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി നമ്മളവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് റോഡ് ഉപയോഗിക്കുന്നവർക്ക് അവരുടെ യാത്ര സുഗമവും സൗകര്യപ്രദവും ഉല്ലാസകരവുമാകാൻ ചെന്നെത്തേണ്ട സ്ഥലത്തിൻ്റെയും ദൂരത്തിൻ്റെയും വഴിമധ്യേയുള്ള സൗകര്യങ്ങളുടെ ലഭ്യതയെ പറ്റിയുള്ള വിവരങ്ങൾ നൽകാനാണ് ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത്. നോക്കിക്കുക മക്കളെ, അത്തരത്തിലുള്ള കുറേ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചിലപ്പം ഇതിൽ ചിലതൊക്കെ മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. നോക്കിക്കുക, ഫസ്റ്റത്തെ എന്താണ്, ഇരുവശത്തും പാർക്ക് ചെയ്യാമെന്നതാണ്. അതുപോലെ സൈക്കിൾ സ്റ്റാൻഡ്, ടാക്സി സ്റ്റാൻഡ്, അതൊക്കെ മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പിന്നെ ലഘുഭക്ഷണം, അതുപോലെ തന്നെ സ്കൂട്ടർ അല്ലെങ്കിൽ സൈക്കിൾ സ്റ്റാൻഡ്, ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, പിന്നെ സൈഡ് റോഡ് തടസ്സമാണ്, അതുപോലെ തന്നെ വിശ്രമ സ്ഥലം അല്ലേ, അത് മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ടെലിഫോൺ അല്ലേ, ഇതിപ്പോൾ നമുക്ക് അധികം അങ്ങനെ കണ്ടുവരാറില്ല അല്ലേ, പബ്ലിക് ടെലിഫോണ്, പിന്നെ പോലീസ് സ്റ്റേഷന്, അതുപോലെ പെട്രോൾ പമ്പ്, അത് മക്കൾ കാണുന്നതാണ് അല്ലേ. ദെൻ ഫസ്റ്റ് എയ്ഡിൻ്റെ, അതുപോലെ ഭക്ഷണ സ്ഥലം, പിന്നെ വഴിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അതിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോവാം അല്ലേ. നോക്കിക്കേ, ലെറ്റ്സ് ഡ്രൈവ് എ വെഹിക്കിൾ എന്നതാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അതായത് വാഹനം ഓടിക്കാം എന്നുള്ള ഒരു ഭാഗമാണ്. നോക്കിക്കേ മക്കളെ, അവിടെ നിങ്ങൾക്കുള്ള ചെറിയൊരു ഗെയിമാണ്. ജസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് പറയാം. നിങ്ങൾ ക്ലാസ്സിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ് കേട്ടോ. ഷാൾ വി പ്ലേ എ ട്രാഫിക് ഗെയിം? Draw roads on the school ground as shown in the picture. Draw zebra lines in 2 or 3 places also. One child can be the traffic police person. 3 children can be ready with the signboards of red, yellow and green signs. Some of you may act as vehicles. The rest of the players can be പെഡസ്ട്രിയൻസ്. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? എന്താണ് നിങ്ങളുടെ ഗെയിം? അതായത് നിങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിൽ ഇവിടെ ചിത്രത്തിലുള്ളതിൽ പോലെ എന്ത് ചെയ്യണം, നിങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ വരയ്ക്കണം. നിങ്ങൾക്ക് അവിടെ കാണാം പിക്ചറിൽ എന്ത് ചെയ്യുക, സ്കൂൾ ഗ്രൗണ്ടിൽ ഇത്തരത്തിൽ മക്കൾ എന്ത് ചെയ്യുക, റോഡ് വരയ്ക്കുക. അതിൽ 2-3 സ്ഥലങ്ങളിൽ എന്ത് വേണം മക്കൾ, ഇതാ ഇത്തരത്തിലുള്ള സീബ്ര ലൈൻസ് മക്കൾ എന്ത് ചെയ്യണം, ഇടണം. 2-3 സ്ഥലത്ത് ഇടണം കേട്ടോ. എന്നിട്ട് ഒരാൾ എന്ത് ചെയ്യണം, ഒരാൾ ട്രാഫിക് പോലീസ് ആവണം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാൾ ട്രാഫിക് പോലീസ് ആവുക. അതുപോലെ തന്നെ ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ 3 അടയാളങ്ങളില്ലേ മക്കളെ, അത് സൂചിപ്പിക്കുന്ന ബോർഡുകളുമായിട്ട് 3 ആളുകൾ അതിനായിട്ട് നിൽക്കണം. പിന്നെ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, വെഹിക്കിൾസ് ആവുക. അതുപോലെ തന്നെ കുറച്ച് ആളുകൾ എന്താവണം, കാൽനട യാത്രക്കാരും ആവണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനിയാണ് എന്ത് ചെയ്യുക, കളി തുടങ്ങുക. വാഹനങ്ങൾ റോഡിലൂടെ എന്ത് ചെയ്യണം, ഇങ്ങനെ ഓടണം അല്ലേ. നമുക്കറിയാലോ, വാഹനങ്ങളായിട്ടുള്ള കൂട്ടുകാർ എന്ത് ചെയ്യുക, റോഡിലൂടെ നിങ്ങൾ എവിടേക്കാണോ പോകുന്നത് എന്നുള്ള രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, വാഹനങ്ങളായിട്ട് മാറുക കേട്ടോ. ദെൻ ഓക്കെ, റോഡ് നിയമം കൃത്യമായി അനുസരിച്ച് വേണം വാഹനങ്ങൾ നീങ്ങാനായി. നിയമങ്ങൾ പാലിക്കാൻ സാധിച്ചോ, റോഡിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചോ കളിക്ക് ശേഷം അനുഭവക്കുറിപ്പ് തയ്യാറാക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എന്താണ്, മക്കൾ ഇങ്ങനെ ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾ റോഡ് നിയമം, ഒരു വാഹനം റോഡിലൂടെ പോകുന്ന സമയത്ത് എന്തൊക്കെ നിയമങ്ങളാണ് പാലിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ പഠിച്ചു. അപ്പം അതെല്ലാം അനുസരിച്ച് കൊണ്ടാണോ നിങ്ങൾ പോയിട്ടുള്ളത്, അതിന് നിങ്ങൾക്ക് സാധിച്ചോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റോഡിൽ എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അത് നിങ്ങൾ സ്കൂളിൽ ഈ ഒരു ഗെയിം കളിച്ചതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കൾ എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വെഹിക്കിൾസും അതുപോലെ തന്നെ നമ്മുടെ ട്രാഫിക് റൂൾസും അതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ പുതിയൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. പ്രഥമ ശുശ്രൂഷ എന്നുള്ള ഒരു ഭാഗമാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് എയ്ഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫസ്റ്റ് എയ്ഡ് കേട്ടോ. നോക്കിക്കേ മക്കളെ, കുട്ടൻ റീച്ച്ഡ് ഹോം അല്ലേ, കുട്ടൻ എവിടെ എത്തി, വീട്ടിൽ തിരിച്ചെത്തി. ഹി വാസ് പ്ലേയിങ് ഇൻ ദി കോർട്ട്യാർഡ്. Stumbling on a rock, Kutan fell down, wounded his knee and bled. Mother came hastily. She washed the wound in running water. The leg was kept lifted. The wound was
wrapped with a clean cloth to stop it from bleeding. ഓക്കെ മക്കളെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കുട്ടൻ എന്ത് ചെയ്തു? തിരിച്ച് വീട്ടിലെത്തിയില്ലേ? അപ്പോൾ അവൻ എന്ത് ചെയ്താണ്? കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്ത് ചെയ്തു മക്കളെ? അവന് വീണു അല്ലേ? ഒരു റോക്കിന് തട്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? താഴെ വീണു. അവൻ്റെ കാലിൻ്റെ മുട്ട എന്ത് ചെയ്തു? മുറിയുകയും അവിടെ നിന്ന് ബ്ലഡ് വരികയും ചെയ്തു അല്ലേ? അപ്പോൾ അവൻ്റെ അമ്മ എന്ത് ചെയ്തു? അവൻ്റെ അമ്മ വന്നിട്ട് വേഗം അവൻ്റെ കാൽ എന്ത് ചെയ്തു? ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ കൊണ്ടുവച്ചിട്ട് മക്കൾക്ക് അവിടെ കാണാം. എന്ത് ചെയ്തു? ഒരു ടാപ്പ് തുറന്ന് വെച്ചിട്ട് അവൻ്റെ കാല് അതിൻ്റെ ചുവട്ടിൽ വെച്ചു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ദ ലെഗ് വാസ് കെപ്റ്റ് ലെഫ്റ്റഡ്, ദ വൂണ്ട് വാസ് റാപ്ഡ് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ടു സ്റ്റോപ്പ് ഇറ്റ് ഫ്രം ബ്ലീഡിങ് അല്ലേ? എന്നിട്ട് അവരെന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു വൃത്തിയായിട്ടുള്ള തുണീനെ കൊണ്ട് എന്ത് ചെയ്തു? അത് നന്നായിട്ട് ചുറ്റി വെച്ചു അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ മക്കളെ, Kutan was brought to the hospital because the wound was deep. The wound was cleaned, medicine was applied and bandaged. ഓക്കെ മക്കളെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? കുട്ടനെ എവിടേക്ക് കൊണ്ടുപോയി? പിന്നീട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയില്ലേ? എന്ത് ചെയ്തു? അവനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. കാര്യം എന്താണ്? മുറി കുറച്ച് ഡീപ്പായിരുന്നില്ല, കുറച്ച് ആഴം കൂടുതലുള്ള മുറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ വെച്ചിട്ട് മുറിയെല്ലാം വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ നോക്കിക്കുക മക്കളെ, ഒന്നുകൂടി പറയാം. കുട്ടൻ എന്ത് ചെയ്യാണ്? മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കല്ലിൽ തട്ടിയിട്ട് എന്ത് ചെയ്തു? കുട്ടൻ വീണു. എന്നിട്ട് അവൻ്റെ കാൽമുട്ട് മുറിഞ്ഞിട്ട് എന്ത് ചെയ്തു? ബ്ലഡ് വരാനായിട്ട് തുടങ്ങിയില്ലേ? ബ്ലീഡിങ് ആയിട്ടുണ്ട്. അപ്പോഴാണ് അമ്മ ഓടി വന്നിട്ട് എന്ത് ചെയ്തു? ഒഴുകുന്ന വെള്ളത്തിൽ മുറിവ് കഴുകി എന്നിട്ട് കാല് ഉയർത്തി പിടിച്ചതിന് ശേഷം രക്തം വാർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് എന്ത് ചെയ്തു? അത് ചുറ്റിക്കെട്ടി കൊടുത്തു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? അവനെ മുറിക്ക് കുറച്ച് ആഴം കൂടുതലായതുകൊണ്ട് തന്നെ അവനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ട് മുറിയൊക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? മരുന്ന് വെച്ച് കെട്ടി. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇതാണ്. യു ഹാവ് ഒബ്സർവ്ഡ് ദി പിക്ചേഴ്സ് ഹാവിൻറ്റ് യു, അതായത് നിങ്ങൾ ആ ചിത്രം നിരീക്ഷിച്ചുവല്ലോ. കുട്ടന് പരിക്ക് പറ്റിയപ്പോൾ അമ്മ എന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, വാഷ്ഡ് ദി വൂണ്ട് അല്ലേ? അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്? മുറിവ് കെട്ടിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മക്കളെ അമ്മ? നല്ല എങ്ങനെയാണ്? നല്ല വൃത്തിയുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മുറി വാഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ട്? കാല് അവരെന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? പൊക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു? നല്ല വൃത്തിയുള്ള മുറി കൊണ്ട് എന്ത് ചെയ്തു? അത് ചുറ്റിയിട്ടുണ്ടല്ലേ? എന്തുകൊണ്ടാണ്? അതിൽ നിന്ന് ബ്ലീഡിങ് അല്ലേ? ബ്ലഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മ എന്ത് ചെയ്തു? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ? അവിടെ നിന്ന് വീണ്ടും നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്തും അതുപോലെ തന്നെ മെഡിസിൻസ് ഒക്കെ വെച്ചിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്? നന്നായിട്ട് കെട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ മക്കളെ, ഇപ്പോൾ ഇതാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് പിക്ചറിൽ. അപ്പം നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? വാട്ട് ഡിഡ് ദി മദർ ഡു വെൻ കുട്ടൻ ഹാഡ് ആൻ ഇഞ്ചുറി അല്ലേ? കുട്ടൻ ഒരു ഇഞ്ചുറി ഉണ്ടായ സമയത്ത് അമ്മ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കേ എന്തൊക്കെയാണ് അമ്മ ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞില്ലേ? എന്താണ്? മുറിവ് കഴുകി അല്ലേ? വാഷ്ഡ് ദി വൂണ്ട് നമ്മൾ പറഞ്ഞു. ദെൻ കാൽ ഉയർത്തി വെച്ചു അല്ലേ? ദ ലെഗ് വാസ് കെപ്റ്റ് ലിഫ്റ്റഡ്. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു മക്കളെ? റാപ്പിഡ് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ടു പ്രിവെൻറ്റ് ബ്ലീഡിങ്, അതായത് രക്തം വാർന്നു പോകാതിരിക്കാൻ വൃത്തിയുള്ള തുണി കൊണ്ട് എന്ത് ചെയ്തു? അത് ചുറ്റിക്കെട്ടി. പിന്നെ എന്താണ് ചെയ്തത്? വെൻ ടു ഹോസ്പിറ്റൽ ആസ് ദി വൂണ്ട് വാസ് ടു ഡീപ്പ് അല്ലേ? മുറിവിന് ആഴം കൂടുതലുള്ളതിനാൽ അവരെന്ത് ചെയ്തു? ഹോസ്പിറ്റലിലോട്ട് പോയി. ദെൻ പിന്നെ ലാസ്റ്റ് എന്താണ് ചെയ്തത്? ദ വൂണ്ട് വാസ് ക്ലീൻഡ് ആൻഡ് ബാൻഡേജ്ഡ് വിത്ത് മെഡിസിൻ അല്ലേ? മുറിവ് വൃത്തിയാക്കിയിട്ട് അതെന്ത് ചെയ്തു മക്കളെ? മരുന്ന് വെച്ച് കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം ചെയ്തിട്ടുണ്ട്. യെസ്, മദർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മദർ ഡിഡ് ഓൾ ദീസ് ബിഫോർ റീച്ചിങ് ദി ഹോസ്പിറ്റൽ, ഡിഡിൻറ്റ് ഷീ? വാട്ട് വേർ ദി ബെനിഫിറ്റ്സ് ഓഫ് ദി ഫസ്റ്റ് എയ്ഡ് വെൻ ഹീ വാസ് വൂണ്ടഡ്? എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പാണല്ലോ അമ്മ ഇതെല്ലാം ചെയ്തത്. മുറിവ് പറ്റിയപ്പോൾ പ്രഥമ ശുശ്രൂഷ നൽകുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ട് നമ്മൾ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് മക്കളെ? അവർക്ക് നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാറുണ്ട് അല്ലേ? ഇപ്പം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഒരു അപകടം പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ആദ്യം എന്ത് ചെയ്യും? വേഗം നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് തരികയാണ് ചെയ്യാല്ലേ? അതായത് മുറിവെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കും, അതിൽ മരുന്ന് വെക്കും, അതിനാവശ്യമാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മുറിവ് കെട്ടിത്തരുകയൊക്കെ ചെയ്യും അല്ലേ? അതിനുശേഷം അധികം മുറി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യൂലേ? അപ്പോൾ അത് മക്കൾക്ക് അറിയുന്ന കാര്യമാണല്ലോ, നമുക്ക് പരിചയമുള്ള കാര്യമാണല്ലേ? അപ്പോൾ അതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിങ്ങനെ മുറിവ് പറ്റുന്ന സമയത്ത് ഇത്തരത്തിൽ ഫസ്റ്റ് എയ്ഡ് നൽകുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഒന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, വാസ് ഏബിൾ ടു ലിമിറ്റ് ദി പാത്തോജൻസ് ഫ്രം റീച്ചിങ് ദി വൂണ്ട് എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് മക്കളെ
രോഗാണുക്കൾ മുറിവിലെത്തുന്നത് നമുക്ക് തടയാനായിട്ട് കഴിയും അല്ലേ. വേഗം വൃത്തിയാക്കിയിട്ട് ഒക്കെ നമ്മൾ കെട്ടിവെക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് രോഗാണുക്കൾ മുറിവിലേക്ക് എത്തുന്നത് തടയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ വാസ് ഏബിൾ ടു സ്റ്റോപ്പ് ദി ബ്ലീഡിങ് അതായത് രക്തം വാർന്നു പോകുന്നത് തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും കഴിയും. അതുപോലെ പിന്നെ എന്തൊക്കെയാണ് മക്കളെ അതുകൊണ്ടുള്ള കാര്യങ്ങൾ നോക്കിക്കേ. യെസ്, നമുക്ക് ജീവൻ നിലനിർത്താനായിട്ട് കഴിയില്ല, സസ്റ്റെയിൻ ലൈഫ് അല്ലേ. അതുപോലെ തന്നെ ഡോണ്ട് മേക്ക് ദി സിറ്റുവേഷൻ വേഴ്സ് അല്ലേ, നിലവിലെ അവസ്ഥ മോശമാകാതിരിക്കാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ തന്നെ ഹെൽപ്പ് ടു ഇംപ്രൂവ് ഹെൽത്ത് അല്ലേ, അതായത് ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് നമുക്കത് സഹായകരാവും അല്ലേ. ഇപ്പം മക്കൾ കണ്ടിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മളിപ്പം കാണാറുണ്ട്, പെട്ടെന്ന് തന്നെ ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ എന്തെങ്കിലും ജോലിയൊക്കെ എടുത്തുകൊണ്ടിരിക്കും, പെട്ടെന്ന് എന്ത് ചെയ്യും പുറകോട്ട് മറിഞ്ഞു വീണില്ല. അതെന്താണ്, പെട്ടെന്നൊരു അറ്റാക്ക് വരുന്ന അതൊക്കെയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ CPR ഒക്കെ കൊടുക്കുന്നത്, അതൊക്കെ എന്തിൽ ഉൾപ്പെടുന്ന മക്കൾ ഈ ഫസ്റ്റ് എയ്ഡിൽ ഉൾപ്പെടുന്നതാണല്ലേ. ചിലപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ഒന്നും കൊടുക്കുക, അതായത് CPR കൊടുക്കാതെ നമ്മൾ അദ്ദേഹത്തെ വേഗം ഒരു ആംബുലൻസ് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ജീവൻ നിലനിർത്താനായിട്ട് കഴിയില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സസ്റ്റെയിൻ ലൈഫിൽ അവരുടെ ജീവൻ നിലനിർത്താനായിട്ട് നമുക്ക് പറ്റും അല്ലേ. അതുപോലെ തന്നെ നിലവിലെ അവസ്ഥ മോശമാകാതിരിക്കാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം മക്കളെ, ഫസ്റ്റ് എയ്ഡ് യൂസ് ചെയ്യുക അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോകാം. നോക്കിക്കേ മക്കളെ, ചെറിയൊരു നോട്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് ഈസ് ദി ഇമ്മീഡിയറ്റ് കെയർ ഗിവൺ ടു ദി പേഴ്സൺ ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ ബിഫോർ റിസീവിങ് ദി എക്സ്പേർട്ട് മെഡിക്കൽ കെയർ. എന്താണ് മക്കളെ പറഞ്ഞത്, ഫസ്റ്റ് എയ്ഡ് എന്താ എന്നുള്ളതാണ് നമുക്ക് തന്നത്. അതായത് അടിയന്തര സാഹചര്യങ്ങളിൽ അപകടത്തിൽപ്പെട്ടയാൾക്ക് വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുന്നത് വരെ നൽകുന്ന പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്നതിനെക്കുറിച്ച് മക്കൾ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ ആ ഒരു ഡെഫിനിഷനും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ബാക്കി പോർഷൻ നോക്കാം. നമ്മുടെ മദർ എന്ത് ചെയ്തു, മദർ റീച്ച്ഡ് ഹോം വിത്ത് കുട്ടൻ അല്ലേ. അമ്മ എന്ത് ചെയ്തു, കുട്ടനുമായിട്ട് വീട്ടിൽ തിരിച്ചെത്തി. കുട്ടൻ, മദർ where did you learn all these from? Mother, I will give you a book, you can read it. ഓക്കെ മക്കളെ, എന്താണ് വീട്ടിലെത്തിയ സമയത്ത് നമ്മുടെ കുട്ടൻ അമ്മയോട് ചോദിക്കുകയാണല്ലേ, കുട്ടനൊരു സംശയം, ഇതൊക്കെ അമ്മ എവിടെ നിന്ന് പഠിച്ചു എന്നൊരു സംശയമില്ലേ. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാനൊരു പുസ്തകം തരാം, നീയും വായിച്ചു നോക്ക്. അപ്പം നോക്കിക്കേ മക്കളെ, നിങ്ങൾക്ക് അവിടെ താഴെ നമ്മുടെ കുട്ടൻ്റെ അമ്മ നൽകിയ പുസ്തകത്തിലെ ചില പേജുകളൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അതായത് ആദ്യം തന്നെ ചതവിനുള്ള പ്രഥമ ശുശ്രൂഷ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. നോക്കിക്കേ, ഫസ്റ്റ് എയ്ഡ് ഫോർ ബ്രൂസസ്, അതായത് ചതവിനുള്ള ഫസ്റ്റ് എയ്ഡ് എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. നോക്കിക്കേ മക്കളെ, പ്ലേസ് ക്ലോത്ത് സോക്ക്ഡ് ഇൻ കോൾഡ് വാട്ടർ ഓർ ഐസ് പാക്ക് ഓൺ ദി അഫക്റ്റഡ് ഏരിയ. ദിസ് വിൽ അലിവിയേറ്റ് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്, നോക്കിക്കേ, ചതവിനുള്ള ഫസ്റ്റ് എയ്ഡ് ആണല്ലേ. വെള്ളത്തിൽ എന്ത് ചെയ്യുക, മുക്കിപ്പിഴിഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഐസ് പാക്കോ ചതവ് പറ്റിയ ഭാഗത്ത് വെക്കുക. അതുവഴി വേദനയും നീർക്കെട്ടും ഒഴിവാക്കാം അല്ലേ. നമുക്ക് പെട്ടെന്നൊരു ചതവൊക്കെ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അല്ലെങ്കിൽ ഐസ് പാക്ക് അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി പിഞ്ഞത് നനഞ്ഞ തുണി എന്ത് ചെയ്യുക, ആ ചതവ് പറ്റിയിട്ടുള്ള ഭാഗത്ത് നമ്മൾ നന്നായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരുവിധം വേദനയും കുറയും, അതുപോലെ തന്നെ നീർക്കെട്ടൊക്കെ ഇല്ലാതെ ഇരിക്കാനായിട്ട് അത് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും മക്കളെ. ഓക്കെ മക്കളെ, നോക്കിക്കുക, അത് നിങ്ങൾക്ക് അവിടെ പിക്ചറിൽ കാണാം അല്ലേ. ദെൻ നോക്കിക്കുക മക്കളെ, നെക്സ്റ്റ് വൺ എന്താണ് പറഞ്ഞിട്ടുള്ളത്, However, if there is a fracture, it is necessary to consult a doctor. Before that, the affected part should be tied with a wooden scale. It will help to keep the part stable. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ മക്കളെ. നമ്മൾ പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരുവിധം എല്ലാ കുട്ടികൾക്കും വരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കൈയുടെ എല്ല് പൊട്ടുക അല്ലെങ്കിൽ കാലിൻ്റെ എല്ല് പൊട്ടുക എന്നുള്ളതൊക്കെ അല്ലേ, നമ്മുടെ കളിയുടെ ആ ഒരു ആവേശം കൊണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും പൊട്ടലുണ്ടായാൽ നമുക്ക് ഇത്തരത്തിൽ എന്ത് ചെയ്യാം, നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തതുകൊണ്ട് മാത്രം എന്തില്ല, കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആശുപത്രിയിൽ പോവുക തന്നെ വേണം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഒടിഞ്ഞ ഭാഗം ഒരു മര സ്കെയിൽ ഉപയോഗിച്ച് നീളത്തിൽ കെട്ടിവെക്കണം. ആ ഭാഗം ഇളകാതിരിക്കാൻ ഇത് സഹായിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. ഇപ്പം നിങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ കൈക്കോ കാലിലോ അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ
പറ്റാതിരിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ നിങ്ങളുടെ കൺമുന്നിൽ കാണുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കത് അസ്ഥിക്ക് എന്തോ പറ്റി, റോഡിന് എന്തോ പറ്റി എന്നുള്ളത് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു സ്കെയിലോ കാര്യങ്ങളോ വെച്ച് കെട്ടിയിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടുള്ളത് ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. കാര്യം അസ്ഥി എന്തെങ്കിലും പൊട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഭാഗം അധികം ഇളക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കെയിലോ മറ്റ് സാധനങ്ങളോ വെച്ച് അവിടെ കെട്ടുന്നത്. അപ്പോൾ അത് മക്കൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് ബാക്കി ഭാഗം നോക്കാം. പിന്നെയും കുട്ടൻ അവിടെ എന്തോ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ. എന്താണ് കുട്ടൻ? ദിസ് ബുക്ക് സേസ് ദാറ്റ് ദി ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഷുഡ് ബി കമ്പൾസറിലി ബി കെപ്റ്റ് ഇൻ വെഹിക്കിൾസ് ആൻഡ് സ്കൂൾസ്. അവൻ എന്താണ് പറയുന്നത്? ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാഹനങ്ങളിലും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലൊക്കെ നിർബന്ധമായിട്ടും എന്ത് വെക്കണം, ഒരു പ്രഥമ ശുശ്രൂഷ പെട്ടി സൂക്ഷിക്കണം അല്ലേ. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിർബന്ധമായിട്ട് വാഹനങ്ങളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും വേണം അല്ലേ. മക്കൾ കണ്ടിട്ടുണ്ടല്ലോ, വാഹനങ്ങളിലൊക്കെ ആണെങ്കിലും മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിങ്ങൾക്ക് കാണാം. സ്കൂളിലും എല്ലാ സ്കൂളിലുള്ള കാര്യമാണ് എന്ത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടുത്തേണ്ട സാധനങ്ങൾ അല്ലേ, എന്തെല്ലാമാണ് അതിൽ വേണ്ടത് എന്നുള്ള കാര്യമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. നോക്കിക്കുക മക്കളെ, എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഒന്ന് കത്രിക, പഞ്ഞി, തുണി, ബാൻഡേജ്, സോപ്പ്, പിന്ന്, സ്കെയില്, ചവണ അല്ലേ. നോക്കിക്കേ, നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ്? സിസേഴ്സ്, കോട്ടന്, ക്ലോത്ത്, ബാൻഡേജ്, സോപ്പ്, പിന്ന്, വുഡൻ സ്കെയില്, ട്വിസേഴ്സ് അല്ലേ. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെയും നമുക്ക് ബാക്കി കാര്യങ്ങൾ ഉൾപ്പെടുത്താം. നോക്കിക്കുക മക്കളെ, ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഓരോന്നിനും കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ് എന്നുള്ളത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അത് എക്സ്ട്രാ നോട്ടാണ്. നമുക്ക് ഡോഗ് ബൈറ്റ്, അതുപോലെ സ്നേക്ക് ബൈറ്റ് അല്ലേ, നായ കടിക്കുക, അതുപോലെ തന്നെ പാമ്പ് കടിക്കുകയൊക്കെ ആണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മക്കൾക്ക് അവിടെ റഫ് നോട്ടായിട്ട് എക്സ്ട്രാ നോട്ടായിട്ട് തന്നിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യണം, ആ ഭാഗം കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അവിടെ പ്രത്യേകം തന്നിട്ടുണ്ട്. നോക്കിക്കോ മക്കളെ, ചതവ്, അതുപോലെ അസ്ഥിപൊട്ടൽ, തലചുറ്റൽ, പൊള്ളലേറ്റാൽ, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അണുനാശിനി, അതുപോലെ തന്നെ ഗ്ലൗസ് അല്ലേ, പിന്നെ തെർമോമീറ്റർ, അതൊക്കെ നിങ്ങൾക്ക് എന്താ, പിന്നെ ആൻറ്റിസെപ്റ്റിക് ലോഷൻ അല്ലേ, ആൻറ്റിസെപ്റ്റിക് ലോഷനൊക്കെ നിങ്ങൾക്ക് ആ ഫസ്റ്റ് എയ്ഡിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കൾ, ഇനി നമുക്ക് അതിലുള്ള മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി, ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, ചതവ് പറ്റിയാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? തണുത്ത വെള്ളത്തിൽ മുക്കുക, അല്ലെങ്കിൽ ഐസ് പാക്കോ ഒക്കെ നമ്മൾ ആ ഭാഗത്ത് വെക്കണം. അതുപോലെ അസ്ഥിപ്പൊട്ടൽ ഉണ്ടാവണം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. മുറിവുകൾ ഉണ്ടെങ്കിൽ രക്തസ്രാവം നിയന്ത്രിക്കണം. പരന്ന പലകയോ കമ്പോ എന്തെങ്കിലും ബലമുള്ള വസ്തു ഉപയോഗിച്ച് പരിക്കേറ്റ ഭാഗം ബലപ്പെടുത്തിയിട്ട് ആ ഭാഗം അനങ്ങുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. പിന്നെ തലചുറ്റിലാണ്. തുറന്ന വായുസഞ്ചാരമുള്ള സ്ഥലത്ത് കിടത്തുക. ഇറുകിയ വസ്ത്രങ്ങൾ അഴിച്ചിടുക. കാലുകൾ ഉയർത്തി വെക്കുക. അതുപോലെ പൊള്ളലേറ്റ ഭാഗം സാധാരണ ജലത്തിൽ കഴുകുക. പൊള്ളലേറ്റ ഭാഗങ്ങളിലെ വസ്തുക്കൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ബലമായി വലിച്ചിളക്കാതിരിക്കുക. ധാരാളം വെള്ളം കൊടുക്കുക. പൊള്ളലേറ്റ ഭാഗത്തെ കുമിളകൾ പൊട്ടിക്കരുത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ പിറകിൽ നിന്നുകൊണ്ട് ഒരു കൈകൊണ്ട് വയറിൻ്റെ മുകൾ വശത്ത് അമർത്തുകയും അതേസമയം മറുകൈ കൊണ്ട് പുറത്ത് ശക്തിയായി 3 മുതൽ 5 തവണ വരെ അടിക്കുകയും ചെയ്യുക. അപ്പോൾ അതൊക്കെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ മക്കളെ, അതുപോലെ തന്നെ നമുക്ക് ഡോഗ് ബൈറ്റ് ഉണ്ടായാലല്ലേ, അത് നമുക്ക് നോട്ട് അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. മക്കൾ ജസ്റ്റ് വാഷ് നോക്കാം കേട്ടോ. ഡോഗ് ബൈറ്റ് ഉണ്ടെങ്കിൽ വാഷ് thoroughly വിത്ത് സോപ്പ് അണ്ടർ റണ്ണിങ് വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡോഗ് ബൈറ്റിൻ്റെ അതുപോലെ സ്നേക്ക് ബൈറ്റിനൊക്കെ തന്നിട്ട് മക്കൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, എക്സ്ട്രാ നോട്ടായിട്ട് കേട്ടോ. പട്ടി കടിച്ചാൽ അതുപോലെ തന്നെ ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം കഴുകണം. കടിയേറ്റ ഭാഗം ഉയർത്തി വെക്കണം. കടിയേറ്റ ആളെ നമ്മൾ ഒരിക്കലും ഭയപ്പെടുത്താനായിട്ട് പാടില്ല. പിന്നെ അമിത രക്തസ്രാവം ഉണ്ടെങ്കിൽ വൃത്തിയുള്ള തുണിയോ മറ്റോ ഉപയോഗിച്ച് അമർത്തി പിടിക്കുക. എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, വൈദ്യസഹായം ലഭ്യമാക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ നമ്മൾ പട്ടി കടിച്ചാൽ ചെയ്യേണ്ട കാര്യം. അതുപോലെ തന്നെ പാമ്പ് കടിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അത് നമുക്ക് നേരത്തെ അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. മക്കൾ അവിടെ ഇംഗ്ലീഷ് മീഡിയംകാർ ആ ഒരു നോട്ട് വായിച്ച് നോക്കുക. പാമ്പ് കടിയേറ്റാൽ നമ്മൾ ഒഴുകുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യണം, സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണം. അതുപോലെ കടിയേറ്റയാളെ യാതൊരു വിധത്തിലും പേടിപ്പിക്കാനായിട്ട് പാടില്ല. പിന്നെ കടിയേറ്റ സ്ഥലത്ത് നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം കേട്ടോ. അതുപോലെ കടിയേറ്റ ആൾക്ക് ഇപ്പോൾ നടക്കാനോ ഓടാനോ ഒന്നും കഴിയുന്നില്ലെങ്കിൽ അവരെ ചലിപ്പിക്കാനോ എന്ത് ചെയ്യുക, വ്യക്തിക്ക് ഓടാനോ നടക്കാനോ അതുപോലെ തന്നെ കടിയേറ്റ ഭാഗം ചലിപ്പിക്കാനോ അനുവദിക്കാതിരിക്കുക കേട്ടോ ആ ഒരു വ്യക്തിയുടെ. പിന്നെ മുറിവിൽ നിന്ന് രക്തസ്രാവം ഉണ്ടെങ്കിൽ മുറിവിന് മുകളിലായിട്ട് വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ട് കെട്ടുക. പിന്നെ അതുപോലെ കടിയേറ്റ ഭാഗത്ത് മുറുകി കിടക്കുന്ന വസ്ത്രഭാഗങ്ങളുണ്ടെങ്കിൽ അത് അഴിക്കുക. കടിയേറ്റ കൈക്കാലുകളിലെ മോതിരം, വളകൾ, കൈത്തളകൾ
കാൽത്തളകൾ എന്നിങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, അഴിച്ചു വെക്കണം. അതുപോലെ വാഹനത്തിൽ പോകുമ്പോൾ മലർത്തി കിടത്തുന്നത് ഒഴിവാക്കുക. തല ചെരിച്ച് വെച്ച് വശങ്ങളിലേക്ക് തിരിച്ചു കിടത്തുക. എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, വൈദ്യസഹായം ലഭ്യമാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പാമ്പ് കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ മക്കളെ, ദെൻ നമുക്ക് നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ആണ് അല്ലേ. അഡ്വാൻറ്റേജസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ആണ്. ഒന്ന്, നമുക്ക് പ്രിവെൻറ്റ്സ് ജേംസ് ഫ്രം എൻറ്ററിങ് ദി വൂണ്ട് അല്ലേ. അതായത് രോഗാണുക്കൾ മുറിവിലേക്ക് എത്തുന്നത് നമുക്ക് തടയാൻ പറ്റും. പിന്നെ പ്രിവെൻറ്റ്സ് ബ്ലീഡിംഗ്, അതായത് രക്തം ഒഴുകുന്നത് നമുക്ക് തടയാനായിട്ട് കഴിയും. ഹെൽപ്പ് ടു പ്രിവെൻറ്റ് ഇഞ്ചുറി ഫ്രം ബിക്കമിങ് മോർ സീരിയസ് അല്ലേ. പരിക്ക് കൂടുതൽ ഗുരുതരമാകാതിരിക്കാനായിട്ട് സഹായിക്കാനായിട്ട് കഴിയും അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എക്സാമിന് ചോദ്യങ്ങൾ വരും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോട്ട്സൊക്കെ ഒന്ന് എല്ലാവരും വായിച്ച് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.